ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജിനസ് കിച്ചൺ. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഫുൾ ജാർ സോഡ പോലെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ബോംബ് സോഡ. അപ്പം നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഈ ബോംബ് സോഡ. ചിലരെങ്കിലും ഈ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ എടുത്തു വെച്ചിരിക്കുന്ന സോഡയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോംബ് ഇട്ട് കൊടുക്കും. ഈ സമയം ബോംബ് പൊട്ടുന്നത് പോലെ മസാല സോഡയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് തന്നെ വന്നത്, ബോംബ് സോഡ എന്ന്. അപ്പോൾ എന്താ, നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് മിൻറ്റ് ലീവ്സ് ആണ്. ഒരു കൈപ്പിടി നിറയുള്ള മിൻറ്റ് ലീവ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് തന്നെ നോക്കി എടുക്കണം. ഇനി ഒരു പകുതി ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെക്കണം. പിന്നെ ഇതിലേക്ക് 2 ചെറിയ പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം പച്ചമാങ്ങ, ഒരു ചെറുനാരങ്ങ, ഇവയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇവയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത്. അരമുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് ഇവിടെ അടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് കൂടി ചേർത്ത് അല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ടും ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ അരച്ചു വെച്ച ഗ്രീൻ മസാല എടുത്ത് നമ്മുടെ കൈയിലേക്ക് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് വളരെ കുറച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു ബോംബിൻ്റെ ഷേപ്പിൽ ഒരു ഉരുള പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ആദ്യത്തെ ബോംബ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് ബോംബ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേഗം തന്നെ നമുക്ക് നമ്മുടെ സോഡയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനു മുന്നേ സോഡയാണ് പുറത്തേക്ക് മാറിയും, അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് അടിയിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വേണം ഗ്ലാസ് വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലബ് സോഡ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോംബ് സോഡയിൽ കിടന്ന് പതഞ്ഞ് പൊട്ടുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള ബോംബ് സോഡ. നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കുമ്പോൾ സോഡയുടെ ഗ്യാസ് ഒട്ടും തന്നെ പോവാതെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബോംബ് ഇപ്പോൾ സോഡയിൽ കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബോംബ് സോഡ. ജസ്റ്റ് നമുക്കൊന്ന് ഇത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബോംബ് സോഡ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.